ഇതാണ് ജോഗിനി വാട്ടർഫാൾസ്. ഞങ്ങൾ ഈവനിങ് ആണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ തിരക്കുണ്ട് നല്ലോണം, അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെ മാപ്പിൽ തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സംഭവങ്ങളുണ്ട്. ട്രക്കിങ് പോലെ നിങ്ങൾക്ക് മുകളിലേക്ക് കയറി പോകാനും സെറ്റപ്പ് ഉണ്ട്. ഒരു മല കയറിയതിൻ്റെ കിതപ്പാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും കുറച്ച് നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനും സ്ഥലങ്ങളുണ്ട്. പിന്നെ നടക്കാൻ താല്പര്യമില്ല, വെള്ളത്തിൽ കളിക്കണമെങ്കിൽ അതിനുള്ള ആക്ടിവിറ്റീസ് പോലെ നല്ല തണുത്ത വെള്ളം മുകളിൽ നിന്ന് ഉറവ പോലെ വരുന്നുണ്ട്. അത് ഭയങ്കര അടി കിട്ടില്ല വെള്ളം. നിങ്ങൾക്ക് എന്താ പറയുക, ലേശം ട്രക്കിങ്ങും നിങ്ങളെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിലും നല്ല സ്ഥലമാണ്. നിങ്ങൾ വന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യുക. ഞങ്ങളിപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. ഇനി എന്തെങ്കിലും ഞങ്ങൾ കണ്ടാൽ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു ഹോട്ട് എയർ ബലൂൺ ആക്ടിവിറ്റിയാണിത്. ഇവിടെ പൈസ ഉണ്ട്, ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. റോത്താങ് പാസ് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ. പക്ഷേ കാറുണ്ടായാലും അങ്ങോട്ട് മുകളിലേക്ക് ഓവർ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ ഒരു പിടിച്ച് നിർത്തും കുറച്ച് ആൾക്കാർ, എന്നിട്ട് പറയും അങ്ങോട്ട് വിടൂലാന്ന്. സംഭവം മുകളിലേക്ക് പോകുമ്പോൾ എയർ പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കാറില്ലാണ്ട് സഞ്ചരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തലകറക്കം അങ്ങനത്തെ പെട്ടെന്നുള്ള ഒരു പ്രഷർ ചേഞ്ച് എല്ലാവരെ കൊണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് കാറ് വേണമെന്ന് പറയുന്നത്. കാറാകുമ്പോൾ ഒരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആയതുകൊണ്ട് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് പോകുന്നവർ അങ്ങോട്ട് പോകാൻ റോത്താങ് പാസ് പോയി കഴിഞ്ഞാലുള്ള ഉപകാരം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മണാലി പോകുമ്പോൾ മഞ്ഞില്ലാത്ത ടൈമാണെങ്കിലും എന്താ പറയുക, ഇയർലി 365 days അവിടെ മഞ്ഞുണ്ടാവും. അപ്പോൾ അത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് അട്ടൽ ടണലാണ്. അട്ടൽ ടണൽ കാരണം റോത്താങ് പാസ് പോകാൻ പറ്റാത്തതുകൊണ്ട് നേരെ പ്ലാൻ ചേഞ്ച് ചെയ്ത് അട്ടൽ ടണലിലേക്ക് വിട്ട്. അട്ടൽ ടണൽ ലോങ് ഒരു 9 kilometers ഉള്ള ഒരു ടണലാണ്. അതും സീ ലെവലിന് എത്രയോ ഹൈറ്റിൽ വൺ ഓഫ് ദ ലോങ്സ്റ്റ് ടണൽസ് ആണ് വേൾഡിലുള്ള. നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ടണലേ ഇല്ല. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു വണ്ടർ തന്നെയായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ടണലിന്റെ അകത്ത് കൂടെ പോകുമ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചറിനേക്കാളും ഒന്നും കൂടെ ടെമ്പറേച്ചർ കുറയും. ഈ മഞ്ഞ് കാണാൻ വേണ്ടി മണാലിയിലേക്ക് വരുന്നവർക്ക് ആ ഒരു സീസണിലൊക്കെ അട്ടൽ ടണൽ മെയിൻലി ക്ലോസ് ആയിരിക്കും, അപ്പൊ കാണാൻ പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ സമ്മർ സീസൺസിലൊക്കെയാണ് ഒരു അട്ടൽ ടണലൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ പോകുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അട്ടൽ ടണൽ വിസിറ്റ് ചെയ്യുക. ചന്ദ്ര പിടിച്ച് അട്ടൽ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അട്ടൽ ടണൽ അടിപൊളിയായിട്ട് 7 kilometer ഒരു ടണല്. ഞാൻ കേരളത്തിലായിട്ട് ടണലൊന്നും ഇത്രയും ചെറിയ കുഞ്ഞു ടണലുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് 7 kilometer ടണൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഫീൽ വരെ. ഇവിടെ ഭയങ്കര കാറ്റടിക്കേണ്ട, അതുകൊണ്ട് നോയ്സ് വരും അറിയില്ല. 7 kilometer അടിപൊളി ടണൽ. ആ ടണലിൻ്റെ അകത്ത് കൂടെ എന്താ പറയുക, ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അങ്ങോട്ടേക്ക് പോവാം, കുറച്ച് ദൂരത്തേക്ക് ഈ റോഡ് പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോവാൻ ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടിയിൽ പെട്രോൾ കുറവാണ്. സോ ഞങ്ങൾ ഈ ബ്രിഡ്ജിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് നിർത്താമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതാണെങ്കിലും നിങ്ങൾ മണാലി വരികയാണെങ്കിൽ. പിന്നെ ഞങ്ങൾക്ക് പറ്റിയൊരു പറ്റലുണ്ട്, മറ്റേ റോത്താങ്ലേയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവിടേക്ക് ബൈക്ക് കടത്തി വിടൂല. ആറ്റിറ്റ്യൂഡ് കൂടുന്നതുകൊണ്ട് നമുക്ക് തല ഇറങ്ങുന്നുള്ള റീസൺ കാരണം ബൈക്ക് കടത്തി വിടൂല, കാറുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള റീസൺ കൊണ്ട് ഞങ്ങളവിടെ തിരിച്ചിട്ട് ടണൽ വഴി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നേരം നല്ല കാറ്റും, ഇവിടെ തണുത്ത കാറ്റുണ്ട്. അതേപോലെ തന്നെ ഈ വെള്ളവും പിന്നെ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരിക. 7 kilometer നീണ്ടിട്ടൊരു ടണലും അതും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തായാലും വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണിത്. ഇതാണ് ബുദ്ധിസ്റ്റ് മോണസ്ട്രി നിയർ മാൾ റോഡ്. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഹഡിംബ ദേവി ടെമ്പിളിലേക്ക്. ആൻഡ് ഇവിടെ മാൾ റോഡ് തൊട്ടടുത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് സൗകര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിനേക്കാൾ തിരക്കാണ് ഹഡിംബ ദേവി ടെമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം അവിടെ ഇതിന്റെ ഡബിൾ തിരക്കാണ്. പിന്നെ ഇതിനു മുന്നേ ഞാൻ കുറെ മുന്നേ +2 പഠിക്കുന്ന സമയത്ത് കൂർഗിൽ ഒരു എന്താ പറയുക ഗോൾഡൻ ടിബറ്റിയൻ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് പേഴ്സണലി കമ്പയർ ചെയ്യല്ല, എന്നാലും പറയുകയാണെങ്കിൽ അത് പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ ആ ഒരു തിബറ്റിയൻ ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു എന്താ പറയുക ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ ഇത് ടെമ്പിൾ എന്ന് പറയാനുള്ള ഒരു മോണസ്ട്രി, ഒരു ഓർമ്മചിഹ്നം പോലത്തെ ഒരു സംഭവമാണിത്. ഇവിടെ ഒരു പണ്ടത്തെ ആ ഒരു ബുദ്ധിസ്റ്റ് മെയിൻ ആൾക്കാരെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഓർമ്മചിഹ്നമായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ പറയുമ്പോൾ ആ ഗോൾഡൻ ടെമ്പിൾ കൂർഗിൽ വെച്ച് ഞാൻ പോയ ഒരു ഗോൾഡൻ ടെമ്പിൾ ഇതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ആ ഒരു ബുദ്ധിസ്റ്റ് സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറയാണ്. ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഓരോ ഒരു ഓർമ്മചിഹ്നമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ, കുറെ പഴയ ബുദ്ധിസ്റ്റ് ആശയങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന ആൾക്കാരെ സംഭവം അങ്ങനത്തെ ഒക്കെ ആണ് ഇവർ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്ഥലമാണ്. നിങ്ങൾ മാൾ റോഡ് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ആൻഡ് ഇവിടെ നിന്ന് പരിപാടി തീർന്ന പാട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹഡിംബ ദേവി ടെമ്പിൾ തൊട്ടടുത്തുണ്ട്. മാൾ റോഡ് ഷോപ്പിങ്ങിന് നൈറ്റ് ഒക്കെ ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. മാൾ റോഡും ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ആൻഡ് അങ്ങനത്തെ ഒരു അത്യാവശ്യം നല്ല എന്തായാലും മാൾ റോഡ് വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ ഏതായാലും പോയതല്ല അപ്പൊ എല്ലാം കാണാൻ ആ ഒരു മൂഡിൽ കാണാം നിങ്ങൾക്ക്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഹഡിംബ ദേവി ടെമ്പിളിന്റെ വീഡിയോ വേറെ തന്നെ വരും.
ഇതൊരു സൈഡ് ഓഫ് മാൾ റോഡാണ്. ഇത് രണ്ട് ഭാഗത്തും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുണിക്കട, സ്വീറ്റ്സ്, പിന്നെ പലതരത്തിലുള്ള നമുക്ക് പേഴ്സണൽ യൂസിന് പറ്റിയ സാധനങ്ങൾ, അങ്ങനെ പല കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഉണ്ടാവും. നിങ്ങൾ വേണേൽ വന്നിട്ട് വാങ്ങിയിട്ട് പോവാം. പിന്നെ കുറേ ഈ ഒരു സൈഡ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്താ പറയുക ബ്രാൻഡഡ് സ്റ്റോഴ്സും കുറച്ച് വരുന്നുണ്ട്. ബ്രാൻഡഡ് സ്റ്റോഴ്സ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക്. പിന്നെ എന്താ വെച്ചാൽ മോണസ്ട്രി വിസിറ്റ് ചെയ്തിട്ട് എന്താ പറയുക വെറുതെ പോവാണ്ട് വേണം ഒന്ന് ഷോപ്പൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോവാം ഈ ഭാഗത്തേക്ക് വന്നാൽ. ഓക്കെ, നമ്മൾ ഇന്നത്തെ നൈറ്റ് ഫുഡ് വന്നിട്ട് ആലു പ്രാന്തിയും പിന്നെ നമ്മളെ മോമോസും പിന്നെ ദാൽ ഫ്രൈയും ഉണ്ട്. പിന്നെ വെറുതായിട്ടുള്ള ചേരുവകളുള്ള ഒരു മുളക് പൊടി പോലത്തെ സാധനവും പിന്നെ ഒരു ഗ്രേവി പോലത്തെ സാധനം, പിന്നെ ഒരു അച്ചാറുണ്ടായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് തീർന്നു പോയതാണോ അറിയില്ല, അതില്ല. പിന്നെ ഒരു മൗണ്ടൻ ഡ്യൂ ഉണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ നൈറ്റ് ഫുഡ്.